7 ഘാതം എക്സ് പ്ലസ് 2 സമം 49 ഘാതം 2x-3 ആയാൽ എക്സിൻ്റെ വില കാണുക. എക്സിൻ്റെ വില കാണണം. എക്സ് ഇവിടെ എവിടെയാണ്? കൃത്യംഗമായിട്ട് വന്നിരിക്കുകയാണ്. എക്സ് പവറിൻ്റെ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ പാദസംഖ്യകൾ തുല്യപ്പെടുത്തുക, ബേസ് ഈക്വൽ ആക്കുക. ഇവിടെ 7 നമ്മൾക്ക് അതിനെ പിരിച്ചെഴുതാൻ പറ്റില്ല, പക്ഷെ 49നെ 7² എന്ന് എഴുതാം. അപ്പോൾ രണ്ടോടത്തും പാദസംഖ്യ 7 7 എന്ന് വരും. അപ്പോൾ ഇത് അതുപോലെ എഴുതുക. 7 ഘാതം എക്സ് പ്ലസ് 2 സമം 49ന് 7² എന്ന് ഇടുക. 49ആയി. ഇനി അതിൻ്റെ കൃതി 2x-3. 7 ഘാതം എക്സ് പ്ലസ് 2 അതേപോലെ എഴുതി സമം ഇവിടെ എ ഘാതം എം ഹോൾ ഘാതം എൻ. രണ്ട് കൃതി വരുമ്പോൾ രണ്ട് കൃതിയുണ്ട്. എന്താ കൃത്യംഗ നിയമം? എ ഘാതം എം ഇൻറ്റു എൻ. എ എന്ന് എഴുതിയിട്ട് കൃതികൾ തമ്മിൽ ഗുണിക്കുക. അതുപോലെ ഇവിടെ എത്ര? 7 എന്ന് എഴുതിയിട്ട് കൃതികൾ തമ്മിൽ ഗുണിക്കുക. എന്താണ്? 2 ഇൻറ്റു 2x-3. 7 ഘാതം എക്സ് പ്ലസ് 2 അത് അതേപോലെ എഴുതി സമം 7 ഘാതം ഇവിടെ എന്ത് ചെയ്യണം? ഈ 2 ഇത് രണ്ടിനും ബാധകമാണ്, അതുകൊണ്ട് രണ്ടിനെയും ഗുണിക്കണം. 2 ഇൻറ്റു 2x 4x, 2 ഇൻറ്റു -3 -6. ഇപ്പോൾ ബേസ് ഈക്വലായി, പാദസംഖ്യകൾ തുല്യമായി. പാദസംഖ്യകൾ തുല്യമെങ്കിൽ ഒരു സമവാക്യമാണിത്. സമവാക്യത്തിൻ്റെ പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ കൃതികളും തുല്യമായിരിക്കും. ഇവിടെ എന്താ കൃതി? എക്സ് പ്ലസ് 2 സമം ഇവിടുത്തെ കൃതി എന്താ? 4x-6. ഇതൊരു ഇക്വേഷനാണ്. ഇത് സോൾവ് ചെയ്യുക, നിർദ്ധാരണം ചെയ്യുക. എക്സ് ഒക്കെ ഒരു ഭാഗത്ത്, ഇവിടുത്തെ എക്സ് എഴുതി, പോസിറ്റീവ് 4x വന്നു -4x സമം ഇവിടെ -6 ഉണ്ട്, +2 അങ്ങോട്ട് എഴുതി -2. ഒരു എക്സ് നിന്ന് 4x കുറച്ച -3x സമം -6 -2 -8. എക്സ് സമം ഇൻറ്റു അങ്ങോട്ട് മുമ്പ് ബൈ ആവും. -8/-3. 8/3 ഹരിക്കാൻ പറ്റില്ല, നമുക്ക് 8/3 തന്നെ എഴുതുക. നെഗറ്റീവ് ഹരിച്ചാൽ പോസിറ്റീവാണ്. ഉത്തരം എക്സിൻ്റെ വില 8/3.